നമസ്കാരം, എല്ലാവർക്കും മിനീസ് മിനി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു മുട്ട കൊണ്ടുള്ള കറി ഉണ്ടാക്കിയാലോ? ഓംലേറ്റ് കൊണ്ട് എങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓംലേറ്റ് മസാലക്കറി എങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് ഞാൻ 4 മുട്ടയാണ് എടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യുക. ഈ പാനിലേക്ക് എണ്ണ ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് ഇതിനെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മറുവശവും കൂടി പൊരിച്ചെടുക്കുക. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് അതേ പാനിൽ തന്നെ സവാള ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 സവാള ചെറുതായി നുറുക്കിയതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് 1 മിനിറ്റ് ഇതിനെ ഇളക്കുക. ഇനി നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം. ഒരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളക് ചെറുതായി മുറിച്ചത് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ അതും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇനി നമുക്കടുത്തതായി ഇതിലേക്ക് 1 തക്കാളി ചെറുതായി നുറുക്കിയത് അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി 1 മിനിറ്റ് നല്ലപോലെ വഴറ്റുക. ഏതാണ്ട് ഒരു സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, പിന്നെ അടുത്തത് മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക. ഇനി അടുത്തതായി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പെരിഞ്ജീരകം 1 ടീസ്പൂൺ ചേർക്കുക. ഇനി നമ്മൾക്കിതിലേക്ക് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കുക. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ ഇതും കൂടെ ചേർത്ത് 1 മിനിറ്റ് ഇതിനെ നല്ലപോലെ വഴറ്റണം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ച സവാള തേങ്ങ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുക. ഇത് ഏതാണ്ട് ഒരു വറ്റി വരുന്നത് വരെ 2 മിനിറ്റ് ഇതിനെ ഇളക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിക്കുക. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട സ്ക്വയറായി മുറിച്ചതാണ്. അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് 1 മിനിറ്റ് ഇതിനെ നന്നായി തിളപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഓംലേറ്റ് മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.